90കളുടെ പശ്ചാത്തലത്തിൽ ഹിസ്ബുള്ളയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇറാന്റെ പിന്തുണയോടുകൂടി ആരംഭിച്ചതാണ് ഹൂത്തികൾ എന്ന പ്രസ്ഥാനം. ഹൂത്തികൾ എന്ന് പറഞ്ഞൊരു ഗോത്രവർഗ വിഭാഗമാണ്. ഈ ഗോത്രവർഗക്കാരാണ് ഹൂത്തികൾ എന്ന പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. ഇതിന് തുടക്കക്കാരൻ ഹുസൈൻ അൽ ഹൗത്തി എന്ന് പറയുന്ന ആളായിരുന്നു. ഹിസ്ബുള്ളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയ പ്രസ്ഥാനമായി തുടങ്ങി. ഹിസ്ബുള്ളയെ പോലെ തന്നെ പിന്നീട് അതൊരു വിമത പ്രസ്ഥാനമാക്കി മാറ്റിയതാണ്. അന്ന് യമന്റെ പ്രസിഡന്റ് ആയിരുന്ന അലി അബ്ദുള്ള സലേഹിക്കെതിരെയായിരുന്നു ഹൂത്തികളുടെ പ്രക്ഷോഭമൊക്കെ. എന്തായാലും സ്ഥാപകനായ ഹുസൈൻ അൽ ഹൗത്തി യമൻ പട്ടാളത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഹുസൈന്റെ സഹോദരനായ അബ്ദുൽ മാലിക് അൽ ഹൗത്തി പിന്നീട് ഹൂത്തികളുടെ ചുമതല ഏറ്റെടുത്തു. പിന്നീട് അറബ് വസന്ത വിപ്ലവമൊക്കെ അതിന്റെയൊക്കെ ഭാഗമായി അവർ മുമ്പോട്ട് പോവുകയും സനയും വടക്ക് തെക്ക് യമന്റെ മിക്ക ഭാഗങ്ങളും അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര സമൂഹം അവർ അംഗീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോഴും യമന്റെ നിയന്ത്രണം ഹൂത്തികളുടെ കയ്യിലാണ്. ഹൂത്തികൾ ഹമാസ് ഭരിക്കുന്നത് പോലെ സമാന്തര ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ തിരിച്ചു പിടിക്കാൻ യമൻ സൈന്യത്തിന് സാധിച്ചിട്ടില്ല. അന്ന് ഹൂത്തികൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയത് സൗദി അറേബ്യയും UAE ചേർന്നായിരുന്നു. അത് വലിയ യുദ്ധമായി പടർന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. യമൻ പട്ടിണിയിലേക്ക് മാറി. സൗദിയുടെയും UAEയുടെയും ഒക്കെ തൊട്ടയൽപക്കത്ത് ഒരു പട്ടിണി രാജ്യം രൂപപ്പെട്ടത് ഈ കലാപകാലത്താണ്. ഇന്നും യമൻ പട്ടിണി രാജ്യമാണ്. ഭക്ഷണം കഴിക്കാൻ കിട്ടാത്തത് കൊണ്ട് കുട്ടികൾ കൊല്ലപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ. ആ ഒരു യുദ്ധവും സംഘർഷവും തുടരുകയാണ്. ഹൂത്തികൾക്ക് ഇസ്രായേലിനേക്കാൾ വലിയ ശത്രു സൗദി അറേബ്യയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഹൂത്തികളെ തീർക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഹൂത്തികൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കൊടുക്കുക സൗദിയും UAEയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മുസ്ലിം വിരുദ്ധ യുദ്ധമായി ആരും വ്യാഖ്യാനിക്കില്ല. ട്രംപിനെ പിന്തുണയ്ക്കുന്നത് സൗദിയും UAEയും ആയിരിക്കും.